മെറ്റഡ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം കേരളത്തിലെ വിവാഹേതര ബന്ധങ്ങൾ എന്ന് വെച്ചാൽ അവിഹിത ബന്ധങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നതുമായിട്ട് ചേർന്നുള്ള റിപ്പോർട്ടുകളാണ്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സീരീസ് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ ഈ സ്പിരിച്വൽ വേൾഡിലെ ആത്മീയ ലോകങ്ങളിലുള്ള പോരാട്ടങ്ങളെക്കുറിച്ചാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത് തന്നെ. കേരളത്തിലെ ഒളിച്ചോട്ട കേസുകളിൽ 65% വിവാഹ കഴിച്ച സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതെന്താണ് കാണിക്കുന്നത്? ദാമ്പത്യ മേഖലകളിലെ ദുർബലതയെ കാണിക്കുകയാണ്. പ്രത്യേകിച്ച് മദ്യപാനം, അതുപോലെ പങ്കാളികളുടെ അവഗണന, ഇതൊക്കെ പ്രധാന കാരണങ്ങളായിട്ട് പ്രധാന സർവേകൾ കണ്ടെത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് അടുത്ത കാലത്ത് നടന്ന സർവേയിൽ 62% പേരും, പുരുഷനും സ്ത്രീയും ഒക്കെ ഉണ്ട്, എല്ലാം കൂടെ കൂട്ടിയാണ് 62% പേരും അവിഹിത ബന്ധം നടത്തിയെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ നമ്മൾ അതിശയിക്കേണ്ട ഒരു കേസാണ്. ഒളിച്ചോട്ടം നടത്തുന്നതിനകത്ത് 65% സ്ത്രീകൾ ഉയർന്നു നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കൂടുതൽ 65%, 100 പേരിൽ 65 സ്ത്രീകളാണ് ഒളിച്ചോടുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതൽ കേസുകൾ. കൗൺസിലിംഗ് സെൻ്ററുകളിലെ ഡേറ്റ പ്രകാരം 40 തൊട്ട് 50% ദമ്പതികൾക്കും ലൈംഗികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സംതൃപ്തി, അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു സംതൃപ്തി ഇല്ലാത്തത് കൊണ്ട് ബന്ധങ്ങൾ അറ്റുപോവുകയോ അല്ലെങ്കിൽ ഡൈവേഴ്സിലേക്ക് പോവുകയോ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ കാണും. ഇതെല്ലാം തന്നെ അടുത്ത കാലങ്ങളിൽ വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 10-15 വർഷത്തിന് മുമ്പ് കേരളത്തിൽ ഇങ്ങനൊരു സ്ഥിതി ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഒളിച്ചോട്ട കേസുകളോ അല്ലെങ്കിൽ ഒരുപാട് ഡൈവേഴ്സ് കേസുകളോ അല്ലെങ്കിൽ സ്ത്രീകൾ വേണ്ടാത്ത രീതിയിൽ ഭാര്യയും ഭർത്താവും അറിഞ്ഞുകൊണ്ട് തന്നെ വേറെ വീഴ്ചകൾക്ക് പോകുന്നതോ ആയിട്ടുള്ള ഒരു കാര്യം നേരത്തെ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ഈ കാലങ്ങളിൽ ഇത് കൂടി വരുന്നു. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്ത് നല്ലതായിരിക്കുമെന്ന് ഈ തരണത്തിൽ ഓർക്കുകയാണ്. പ്രധാനമായിട്ട് കാണുന്ന 4-5 കാരണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് താഴത്തെ കമൻറ്റ് ബോക്സിൽ എത്ര കാരണങ്ങൾ വേണമെങ്കിലും അടിക്കാം. കാരണം ഇതെല്ലാം കാരണങ്ങളാണ്. നമ്മൾ ഇത് ബൈബിളുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഇത് എൻഡ് ടൈംസ് ആണ് എന്ന് നമുക്കറിയാം. ഇത് അവസാന കാലമാണ്. എന്താണ് ഈ ഹിന്ദു അവരുടെ പുസ്തകങ്ങളിൽ പറയുന്ന കലികാലം എന്ന് പറയുന്ന പോലെ ഈ ബൈബിളിൽ പറയുന്നതൊരു അന്ത്യകാലമാണ്. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഇത് ഈ ലോകം തന്നെ എൻഡ് ചെയ്യാണ്. കാരണം റിലേഷൻഷിപ്പിന് ഒരു പ്രാധാന്യമില്ലാത്തൊരു സ്റ്റേജിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഫ്ലഷി ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ് മനുഷ്യന് മുഴുവൻ. അവരുടെ കാര്യസാധ്യം, അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നതിനപ്പുറമായിട്ട് വേറൊരു കാഴ്ചപ്പാടുമില്ല എന്നുള്ളത്. അവരുടെ ശരീരത്തിൻ്റെ സൗഖ്യം, ശരീരത്തിൻ്റെ സുഖം, അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. പ്രധാനമായിട്ട് കാരണങ്ങളെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, അവഗണന, മദ്യപാനം എന്നുള്ള ഒരു കാര്യം. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും അവഗണിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. ഭർത്താക്കന്മാരുടെ മദ്യപാനം 35% പറയുന്നുണ്ട്. 35%. അതുപോലെ തന്നെ സ്ത്രീകളെല്ലാം തന്നെ പലരും ഇപ്പം ജോലിക്ക് പോകുന്നവരുമൊക്കെയാണ്. പലരും പണ്ട് ജോലിക്കൊന്നും പോകത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെ വരുമാനം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുമൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ജോലിക്ക് പോകുന്നു. അതുകൊണ്ട് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ഒരു കംപ്ലൈൻറ്റ് ഭർത്താക്കന്മാരിൽ നിന്ന് വരുന്നു. ഭർത്താക്കന്മാരുടെ ആഗ്രഹം അനുസരിച്ച് അവരുടെ ഭക്ഷണങ്ങൾ, അവരുടെ ജീവിതശൈലി, ഇതൊന്നും ഭാര്യമാർക്ക് യാതൊരു റോളുമില്ലാതെ ഒരു ഭവനത്തിലാണെങ്കിൽ പോലും അകേല ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു രീതിയിൽ ഭാര്യ ഭർത്ത ബന്ധത്തിനകത്ത് ഒരു ഊഷ്മളതയില്ലാത്ത ഒരു രീതിയിലുള്ള ജീവിത ശൈലികൾ ഇന്ന് കാണുന്നുണ്ട്. രാവിലെ രണ്ടുപേരും എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ച് പോകുന്നു. ഒരു കടമ പോലെ എന്തൊക്കെയോ രാവിലെ ഉണ്ടാക്കുന്നു, ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നു, അത് കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനോ അതുപോലെ ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോ മീനിങ്ങോ ഇല്ലാതെ എന്തോ എല്ലാവരും ആളുകളെ പൊത്തുപൊരുത്ത കാണിക്കത്തക്ക ഇതിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ. അത് വരുമ്പോഴേ ഒരു അവഗണന പോലെ രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നു. വാട്ട് ഈസ് ആഫ്റ്റർ ഓൾ ഒരു കുടുംബജീവിതം ഇതാണോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. പിന്നെ അടുത്തതാണ് സാമൂഹിക മാറ്റങ്ങൾ ഒരുപാടുണ്ട്.
സോഷ്യൽ കൾച്ചർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ സോഷ്യൽ കൾച്ചർ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കിപ്പം വരുമാനം ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. നഗരവൽക്കരണം, പണ്ട് വില്ലേജിലായിരുന്നു, ഇപ്പോഴേ നഗരങ്ങളിലേക്ക് ചേക്കേറുന്നതിനാൽ എന്താ സംഭവിക്കുന്നത്, ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോഴത്തേക്ക് വേറൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വേറൊരു തലത്തിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് വരുന്നു. ആ സോഷ്യൽ മീഡിയയിൽ തന്നെ ഡേറ്റിംഗ് ആപ്പുകൾ, ഓൺലൈൻ ചാറ്റിങ്, ഇതൊക്കെ ബന്ധങ്ങൾ കൂടുതൽ വേറെ ഔട്ട്സൈഡ് മാരേജുമായിട്ട് ഔട്ട്സൈഡിലുള്ള ബന്ധങ്ങൾ കൂടാനായിട്ട് ഇടവരുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അവർ മദ്യപാനത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ ചില സ്ത്രീ പരസംഘങ്ങളും ഒക്കെ ആയിട്ട് അവർ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ചില ഭവനങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ പുരുഷൻ ഒരു റൂമിലും സ്ത്രീ വേറെ റൂമിലും ഇരുന്ന് ഇങ്ങനെ ചാറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ റീൽസുകൾ ഇങ്ങനെ നോക്കി ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്ന അവസരങ്ങൾ. അതുകൊണ്ട് വിവാഹ മോചന നിരക്കുകൾ 5 വർഷത്തിനിടെ 20% വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. ഈ പ്രവണത ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഒരു കുടുംബങ്ങളിലെ വലിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധത്തിലെ വലിയൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതായത് കുടുംബ കൗൺസിലർമാരൊക്കെ ഇതിനകത്ത് ഇടപെടുകയും അവരെ പരസ്പരം വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു ഗ്യാപ്പ് വരികയാണ്. പലരും കാണുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മദ്യപാനമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. മദ്യപാനം കൂടുതലും പുരുഷന്മാരിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സ്ത്രീകളും ഇന്ന് അത്യാവശ്യം മദ്യപിക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ്. കാരണം മദ്യപാനത്തിനകത്ത് ഇൻവോൾവ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് അഡിക്ഷൻസ്, വേറെ പല അഡിക്ഷൻസ് ഉണ്ട്. ഈ അഡിക്ഷനകത്ത് വരുന്ന അഡിക്ഷനാണ് ഒന്ന് പ്രോണോഗ്രഫി അഡിക്ഷനകത്ത് വന്നിട്ട് അത് കണ്ടതിന് ശേഷം സ്ത്രീകൾ അല്ലെങ്കിൽ സ്വന്തം ഭാര്യമാർ ആ രീതിയിൽ അവരെ ഉപയോഗിക്കണമെന്നും ആ രീതിയിൽ അവർ ബിഹേവ് ചെയ്യണമെന്നും ഒക്കെ മനസ്സിലൊരു തിങ്കിങ്ങോടുകൂടി അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് ഭവനത്തിലേക്ക് വന്ന് വലിയ ക്ഷീണത്തിലിരിക്കുമ്പോഴായിരിക്കും ഇദ്ദേഹം കുത്തിപ്പറിച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്രോണോഗ്രഫി സൈറ്റൊക്കെ കണ്ടിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവിടെ വരുമ്പോഴേക്ക് അവർക്കതനുസരിച്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവർക്കതനുസരിച്ച് ആക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതനുസരിച്ച് ഒബ്ലൈ ചെയ്യാനോ അവർക്ക് പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ എല്ലാം ഡിസ്സാറ്റിസ്ഫാക്ഷൻ വരികയാണ്. ഡിസ്സാറ്റിസ്ഫാക്ഷൻ വരുന്നത് എന്താണ് കാരണം? ഈ സാധനങ്ങളെല്ലാം മനസ്സിൽ കിടക്കുക, രാവിലെ തൊട്ട് പല സമയങ്ങളിൽ കണ്ടതും എല്ലാം ആയിട്ട് മനസ്സിൽ കിടക്കുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഡ്രഗ്സിലേക്കും കഞ്ചായിലേക്കൊക്കെ തിരിയും. ഇതെല്ലാം ഇത്തിരി ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മദ്യപാനമുണ്ട്, സോഷ്യൽ കൾച്ചറുണ്ട്, പിന്നെ വേറെ പരസ്ത്രീ ആഗമനമുണ്ട്, സെക്ച്വൽ ഡിസ്സാറ്റിസ്ഫാക്ഷനുണ്ട്, ഡ്രഗ്സ് ആൻഡ് അബ്യൂസ് ഉണ്ട്, പ്രോണോഗ്രഫി ഉണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് റൂൾസ് ഓഫ് ദ ഗവൺമെൻറ് റൂള് കൊണ്ടുവന്നിരിക്കുകയാണ്. അഡൾട്ടറി ഈസ് ലീഗലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ദുർനടപ്പ്, പരസംഗം എന്നൊക്കെ പറയുന്ന ഇതെല്ലാം ലീഗലൈസ് ചെയ്തിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും പരസ്പര സമ്മതത്തോടെ എന്തുമാകാം. ഈവൻ 18 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പോലും യൂത്തിനകത്ത് സ്റ്റേയിങ് ടുഗദർ അവർക്ക് ഒരുമിച്ച് താമസിക്കാം, അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു സംഭാഷണം ഞാൻ യൂട്യൂബിൽ കണ്ടാണ്. സംഭാഷണം എൻ്റെ ഇഷ്ടമാണ്, ഞാനൊരു ട്രയൽ നടത്തി നോക്കുക, അവനുമായിട്ട് കുറച്ച് നാൾ ജീവിച്ച് നോക്കി അവന് ഞാനുമായിട്ടങ്ങ് ഞങ്ങൾ ഒരുമിച്ച് പോകാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കും. പണ്ടൊക്കെ അമേരിക്കയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ ഇന്ത്യയിലുമൊക്കെ ആയിക്കഴിഞ്ഞു. ആളുകളെല്ലാം ആ രീതിയിൽ വ്യക്തിബന്ധങ്ങൾ ആയിത്തീർന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പേടിയാണ്. ചില സ്ത്രീകളും പുരുഷന്മാരും ഈ യൂത്തായിട്ടുള്ളവർ കല്യാണം പോലും കഴിക്കത്തില്ല, പേടിയാണ്. ഇവർ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് പേടിച്ചിട്ട് കല്യാണം കഴിക്കാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ദെയർ. അതുകൊണ്ട് ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിഹിത ബന്ധങ്ങൾ ഈ ദിവസങ്ങളിൽ ധാരാളമായി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ആയിരിക്കാം. ആ സോഷ്യൽ മീഡിയയിലെ ഡേറ്റിംഗ് ആപ്പ് വഴിയോ ഓൺലൈൻ ചാറ്റ് വഴിയോ ഒക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ അൾട്ടിമേറ്റിൽ പോയിട്ട് എന്താ സംഭവിക്കുന്നത്? സ്വന്തം കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് ചാടിപ്പോകുന്ന സ്ത്രീകൾ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ചിലപ്പോൾ 80-70 വയസ്സുള്ള വയസ്സിലൊക്കെ ആയിരിക്കും എന്നുള്ളത്.
ഇങ്ങനെയൊക്കെയുള്ള ചതിക്കുഴികളിലും ഒക്കെ വീഴുന്നവരും പിന്നീട് ആത്മഹത്യ ചെയ്യുന്നവരും എല്ലാം ഇതിൻ്റെ പുറകിൽ ധാരാളം മിസ്റ്ററിയുണ്ട്. ഇതൊക്കെ കാരണം എന്താണ്? ഇതിൻ്റെയൊക്കെ പിന്നിലെ വർഗീയത കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ ബൈബിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ബൈബിളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴേ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ജഡത്തിൻ്റെ പ്രവർത്തികളോ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ വർക്ക് ഓഫ് ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമല്ല, ആ ഒരു സിസ്റ്റമാണ്. ആ ശരീരം സാത്താന് അടിമപ്പെട്ടിരിക്കുന്ന ശരീരത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം പറയുന്ന 3 കാര്യം ഇതാണ്: ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. ബാക്കി ഇത്തിരി ഉണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയാം. അഡൾട്ടറി, ഫോർണിക്കേഷൻ, അൺക്ലീൻനെസ്, ലസീവ്നെസ്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം പ്രധാനപ്പെട്ട എല്ലാ പാപങ്ങളും കൊണ്ടുവന്ന് ക്രോഡീകരിക്കുന്ന ഈ സാധനത്തിനകത്ത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഇനി സംസാരിക്കാനായിട്ടുണ്ട്. ഈ സാത്താനിക് ആക്ഷൻ ഇന്ന് സൊസൈറ്റിയിൽ ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസിനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ദിസ് ഈസ് കാൾഡ് ദ സ്പിരിറ്റ് ഓഫ് ജെസിബേൽ, the spirit of marine, the spirit of adultery, the spirit of fornication, the spirit of masturbation, the spirit of pornography, spirit of എന്ത് വേണമെങ്കിലും അതിനെ വിളിച്ചോ. ഇങ്ങനെയുള്ള ഒരുപാട് ആത്മാക്കൾ ഈ ബന്ധത്തിനകത്ത് കയറിക്കൂടുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ദിവസങ്ങളിൽ ഈ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ കുടുംബജീവിതങ്ങളിൽ വന്ന് കുടുംബജീവിതത്തെ തകർക്കുക എന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയൊരു കൺസേണാണ്. കുടുംബങ്ങളെ തകർക്കണം, കുടുംബങ്ങളെ തകർത്ത് വഴിയാധാരമാവണം. വഴിയാധാരമായെങ്കിലേ അവൻ്റെ പർപ്പസ്, അവൻ്റെ പ്രിൻസിപ്പിൾ അവന് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സാത്താനിക് ആക്ഷൻ ഇന്ന് സൊസൈറ്റിയിലെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ പോലും ഒരുപാട് ഡൈവേഴ്സ് ഉണ്ട്. നമുക്ക് പ്രെയർ റിക്വസ്റ്റുകൾ വരാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുന്ന പ്രെയർ റിക്വസ്റ്റുകളിൽ പലതിനകത്തും ഡൈവേഴ്സ് കേസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്ന കേസുകൾ വരുന്നുണ്ട്. പലയിടത്തും ഫാമിലി തമ്മിലുള്ള ഇഷ്യൂസിനകത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട്. ഭാര്യ ഭർത്താവ് തമ്മിൽ മിണ്ടാതെ ഇരിക്കുന്ന അനേകം ആളുകളുണ്ട്. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല, ഇവൻ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതെ ഇരിക്കുന്ന അനേക ഭവനങ്ങളുണ്ട്. ഇതെല്ലാം പിശാചിൻ്റെ ഓൾട്ടറുള്ള കുടുംബങ്ങളാണ്. ഈ പിശാചിൻ്റെ ഓൾട്ടർ പൊട്ടിക്കാതെ ആ ഭവനത്തിലെ ദൈവിക പ്രമാണങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുകയോ ചെയ്യില്ല. അവിടെയെല്ലാം പിശാചിൻ്റെ കെട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും ഇത് തുടർമാനമായിട്ട് കാണണം. ഇത് തീർച്ചയായും നമ്മളെ ബലപ്പെടുത്തും. ഇതെങ്ങനെ ഇതിൽ നിന്ന്, ഈ കെട്ടുകളിൽ നിന്ന് പൊട്ടിക്കാനായിട്ട്, ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഈ പിശാചിനെ പിടിച്ചു കെട്ടുവാനായിട്ട്, ഈ അഡൾട്ടറി, ഫോർണിക്കേഷൻ, അതുപോലെ ഈ സ്പിരിറ്റ് ഓഫ് ജെസിബേൽ, ഈ മറൈൻ സ്പിരിറ്റിനെയും എല്ലാം തന്നെ നമുക്ക് മാറ്റാനായിട്ട് നമ്മുടെ ഈ സ്റ്റഡികൾ നമുക്ക് പ്രയോജനമായി തീരും. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മളെല്ലാവരും അങ്ങ് വിശുദ്ധരൊന്നുമല്ല. നമ്മളീ പറയുന്ന പോലെ അങ്ങ് വിശുദ്ധരായി ഒന്നും തീർന്നിട്ടില്ല. എല്ലാവരുടെയും ഉള്ളിലെ അനേക ദുഷ്ട ആത്മാക്കൾ കുടിയിരിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ഉള്ളിൽ ദുഷ്ട ആത്മാക്കൾ കുടിയിരിക്കുന്നുണ്ട്. നമ്മൾ കർത്താവിനെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ കുട്ടി പിശാചുക്കൾ പലതും പൊങ്ങി വരും, പല സമയങ്ങളിൽ പൊങ്ങി വരും. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മളിതിനെ സക്സസ്ഫുള്ളായിട്ട് ബീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നൊരു അവസരമാകട്ടെ. ഇന്ന് കേരളത്തിലെ കാര്യം 60% ആൾക്കാർ ഇങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഒരു 5 വർഷം ഈ ലോകമുണ്ടെങ്കിൽ കർത്താവ് വന്നില്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഈ 65 എന്നുള്ളത് ചിലപ്പം 90% ആവും. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കും തന്നിരിക്കുകയാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് 65 നിന്ന് താഴോട്ട് പോയി 0 ലെവലാക്കാനുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ, ഈ സാറ്റാനിക് ആക്ഷനെ പിടിച്ചു കെട്ടുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുക. ഇതൊരു ഒരു സോട്ട് അനാലിസിസ് പോലെ, ഒരു ബ്രെയിൻ സ്റ്റോമിങ് പോലെ നിങ്ങൾക്കാകട്ടെ. നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ ഏത് റോളാണ് ഇതിൽ ചെയ്യുന്നത്? ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിപ്പാൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ വാട്ട് ഈസ് മൈ റോൾ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനേകം പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. കർത്താവെ, പ്രത്യേകിച്ച് സെക്ച്വൽ ആയിട്ടുള്ള കർത്താവെ ദുർനടപ്പിൽ കൂടി, അതുപോലെ കർത്താവെ വേറെ അട്രാക്ഷൻസിൽ കൂടി
പ്രോണോഗ്രഫിയിൽ കൂടി, അഡൾട്ടറിയിൽ കൂടി ഒക്കെ കടന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിപ്പാൻ, അവരെ കൗൺസിൽ ചെയ്യുവാൻ, ഈ സെഡ്യൂസിങ് സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്യുവാൻ, അവരെ ഫത്സിച്ച് പുറത്താക്കുവാൻ ഉള്ള ദൈവകൃപ ഈ ദിവസങ്ങൾ ഞങ്ങൾക്കെല്ലാം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പിലിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് വേണ്ട, ദൈവമേ എന്നെ അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിലോട്ട് കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥനയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റൂ. നിങ്ങൾ ആ സ്ക്രീനിലോട്ട് കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിലെ ജെന്യുവിനായിട്ട് ആഗ്രഹമുള്ളവർ, അതുപോലെ ഡൈവേഴ്സിൻ്റെ വക്കിലിരിക്കുന്ന കേസുകളെ, ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്ന കേസുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദുഷ്ചിന്തയും ദുഷ്വിചാരവും എന്നേക്കുമായി മാറിപ്പോട്ടെ. വി ബൈൻഡ് ഓൾ ദ ഡാർക്ക് ഫോഴ്സ് ഓഫ് ജെസിബേൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജെസിബേലിൻ്റെ എല്ലാ ആത്മാവിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബൈൻഡ് ചെയ്യുന്നു. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ വിടുവിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം, അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളിത് വാച്ച് ചെയ്യുക. ഈ സെക്ച്വാലിറ്റി അല്ലെങ്കിൽ ഈ ദ സ്പിരിറ്റ് ഓഫ് ജെസിബേൽ, മറൈൻ സ്പിരിറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട്, ഒരു 4, 5, 6 അല്ല, ഒരു 10 എപ്പിസോഡെങ്കിലും ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാം ഓരോ ഇൻഡിവിജ്വൽ കേസുകളും എങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ബീറ്റ് ചെയ്ത് പുറത്തിയടിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് അറ്റൻഡ് ചെയ്യണം, ഇത് കേൾക്കണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഉണ്ടാവും. നമ്മൾ സ്പിരിച്വൽ വേൾഡിൽ ഉള്ളൊരു പ്രാക്ടിക്കൽ കാര്യമാണ് പറഞ്ഞൊരു സർവേ റിപ്പോർട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് കാണാം. നിങ്ങളിത് ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് സൺഡേയിലെ മീറ്റിങ്ങിന് താല്പര്യമുള്ളവർ നിങ്ങൾ മൊബൈൽ നമ്പർ അയച്ചു തന്നാൽ ലൈവ് മീറ്റിംഗ് ഉണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.